ഹലോ മൈ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ 2025 ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള പ്ലാനിൽ നിൽക്കുകയാണോ? പക്ഷേ എന്തൊക്കെ സാധനങ്ങളാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ വേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ വീഡിയോ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ആദ്യമായിട്ടായിരിക്കും കാണുന്നത്, കാരണം എൻ്റെ ഈ യൂട്യൂബ് ചാനലും പുതിയ ചാനലാണ്, തുടങ്ങിയിട്ട് ജസ്റ്റ് 1 month ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ലൈക്ക് എന്തിനാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എന്തൊക്കെ എസെൻഷ്യൽ എക്യുപ്മെൻറ്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്തെ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു ക്യാമറയാണ്. നിങ്ങളൊരു 50,000-60,000 രൂപയുടെ ഒരു ക്യാമറ എടുക്കുക. ഞാൻ വെറുതെ പറഞ്ഞതാണ്, അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒരു ക്യാമറ വേണമല്ലോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്യാവുന്നതാണ്. അല്ലാതെ നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വെച്ചിട്ട് 50,000 അല്ലെങ്കിൽ 60,000 രൂപ കൊടുത്തിട്ട് ക്യാമറ ഒന്നും വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമുക്കറിയില്ല നമ്മുടെ ചാനൽ സക്സസ് ആകുമല്ലേ, അല്ലെങ്കിൽ വ്യൂസ് വരുമോ, ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചാടി കയറിയിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്, എൻ്റെ വീഡിയോൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ദി ബെസ്റ്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ 50,000 അല്ലെങ്കിൽ 60,000 കൊടുത്തിട്ടൊരു ക്യാമറ മേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണൊക്കെ കുറഞ്ഞ റേറ്റിൽ നിന്നാണെങ്കിൽ പോലും അത്യാവശ്യം ക്യാമറ തിരക്കേടില്ലാത്ത ക്വാളിറ്റി ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ ഫോണിന് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. അല്ലാതെ വെറുതെ ഒരുപാട് പൈസ ഒന്നും കൊടുത്തിട്ട് വീട്ടുകാരെ, പ്രത്യേകിച്ച് ഞാൻ സ്റ്റുഡൻസിനോടൊക്കെ പറയുന്നത്, വെറുതെ വീട്ടുകാരൊന്നും ബുദ്ധിമുട്ടിപ്പിക്കരുത്. എനിക്ക് ക്യാമറ വേണം, എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നൊന്ന് പറഞ്ഞിട്ട്, നമുക്ക് എല്ലാവർക്കും മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി S23 ആണ്. ഇതിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ നിങ്ങൾ കാണില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ ഫോൺ സെക്കൻഡ് ഹാൻഡ് ഫോണാണ്. ഇതിനൊരു 30-35 രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഒരു ഫോൺ മേടിക്കാം. പക്ഷേ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു യൂട്യൂബിന് വേണ്ടിയിട്ട് അത്രയും പൈസ ഒക്കെ മുടക്കി ഫോൺ മേടിക്കുന്നതിന് വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യമാണ് മൈക്രോഫോൺ എന്ന് പറയുന്നത്, അതായത് മൈക്ക്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന കാര്യം ഓപ്പോസിറ്റ് ഇരിക്കും, നമ്മൾ ഓഡിയൻസ് കേൾക്കണമെങ്കിൽ അത്യാവശ്യം നല്ല സൗണ്ട് വേണം. ഇപ്പോൾ ഒരു മൈക്ക് എസെൻഷ്യൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ എനിക്ക് ഇതിന് മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ സ്കിൻ കെയർ വീഡിയോസൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ പിക്സലിൻ്റെ ഫോണായിരുന്നു, ഗൂഗിൾ പിക്സലിൻ്റെ ഫോണ്. ആ ഫോണിൻ്റെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയത്, സംസാരിക്കുന്നത് അങ്ങനെ കേൾക്കാത്ത ആ ഫോണിൻ്റെ കുഴപ്പമില്ല. പൊതുവേ നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ മൈക്കില്ലെങ്കിൽ സംസാരിക്കുന്നത് കുറച്ച് സൗണ്ട് കുറവായിരിക്കും. അപ്പോൾ എനിക്ക് കമൻ്റൊക്കെ വരും, ഇങ്ങനെ സംസാരിക്കുന്ന അത്ര കേൾക്കുന്നില്ല, ഓഡിയോ ക്ലാരിറ്റി കുറവാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഓക്കെ എന്നാൽ പിന്നെ ഒരു മൈക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ബോയൻ്റെ ഒരു 600 വരുന്ന 500-600 വരുന്ന ഒരു മൈക്ക് മേടിച്ചു. അങ്ങനെ കുറേ കാലം ഞാൻ ആ ഫോണിൽ ആ മൈക്ക് വെച്ചിട്ടായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പം പെർഫെക്റ്റ് ആയിരുന്നു, സൗണ്ടൊക്കെ നല്ല രീതിയിൽ കേൾക്കായിരുന്നു, നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ ക്യാൻസലൊക്കെ ചെയ്യായിരുന്നു. അപ്പുറത്ത് പട്ടി കരയുന്ന പൂച്ചയായിരുന്നു, ആ സൗണ്ടൊന്നും അതിൽ കേൾക്കില്ല. അങ്ങനെ ഞാൻ പിന്നെ ആ ഫോൺ മാറ്റി ഈ ഫോൺ മേടിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി അടിപൊളിയാണ്. മൈക്കില്ലാതെ തന്നെ നല്ല രീതിയിൽ കേൾക്കും. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മൈക്കില്ലാതെ, പക്ഷേ നല്ല രീതിയിൽ കേൾക്കുന്നില്ലേ. അപ്പോൾ എനിക്ക് തോന്നി മൈക്കിൻ്റെ ആവശ്യമില്ല വെച്ചിട്ട് പിന്നെ ഞാൻ ഇതുവരെ ആ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് മൈക്ക് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിൽ ബെറ്റർ ആയിട്ട് തോന്നിയത് മൈക്കില്ലാതെ എൻ്റെ ഈ ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ മേ ബി ഈ ഒരു ഫോണിൻ്റെ ഒരു ക്വാളിറ്റി കൊണ്ടായിരിക്കും എനിക്കൊരു എക്സ്ട്രാ മൈക്കിൻ്റെ ആവശ്യം വന്നിട്ടില്ല. നിങ്ങൾക്ക് മൈക്ക് വേണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ ഫോണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം സൗണ്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീരെ സൗണ്ട് കേൾക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മൈക്ക് മേടിക്കുക. പിന്നെ നമുക്ക് പലപ്പോഴും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് കൂട്ടി വെക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് കൂട്ടിയിട്ടും നിങ്ങൾക്ക് സൗണ്ട് ക്വാളിറ്റി ഭയങ്കര പുവറായിട്ട് തോന്നുകയാണെങ്കിൽ, തീരെ കേൾക്കുന്നില്ലാത്തൊരിത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരു മൈക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. കാരണം എനിക്ക് തോന്നിയത് നമ്മൾ വീഡിയോൻ്റെ ക്വാളിറ്റിയെക്കാട്ടും ബെറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബെറ്റർ ആക്കേണ്ടതെന്ന് പറയുന്നത് നമ്മളുടെ ഓഡിയോ ക്വാളിറ്റിയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ തീരെ സൗണ്ടില്ല, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഫുള്ള് ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയിസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതെങ്കിൽ, ഇപ്പം ഞാൻ സംസാരിച്ച് നിങ്ങൾക്ക് ഭയങ്കര ഒരു കേൾക്കാത്ത പോലെ ഫീൽ ചെയ്തില്ലേ, പെട്ടെന്ന് തന്നെ വീഡിയോയുടെ ഒരു മടുപ്പ് തോന്നിയില്ലേ. അതാണ് ഓഡിയോ ക്വാളിറ്റിൻ്റെ അല്ലെങ്കിൽ ഓഡിയോൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ ഓഡിയൻസിന് അത്യാവശ്യം നല്ല രീതിയിൽ കേട്ടെങ്കിൽ മാത്രമേ അവർ അവിടെ കേട്ടിരിക്കുള്ളൂ. നമ്മളിപ്പോൾ 5 മിനിറ്റ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ചറവറ, പക്ഷേ നമ്മൾ പറയുന്നത് അവർ കേൾക്കില്ല. നമ്മളെ ഓഡിയോ ക്വാളിറ്റി ഭയങ്കര പൂറാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഓഡിയോ ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബോയൻ്റെ മൈക്ക് അടിപൊളിയാണ്, പക്ഷേ അതിന് 500-600 രൂപ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും ഇൻവെസ്റ്റ് ചെയ്യാനില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 100-150 രൂപയുടെയൊക്കെ മൈക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും മൈക്ക് മേടിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ട്രൈപോഡാണ്. ട്രൈപോഡിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇൻഡോറിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു വിൻഡോൻ്റെ അവിടെ ഫോൺ ഇങ്ങനെ ചാരി വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ട്രൈപോഡിൻ്റെ ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ കുത്തി നിന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് ഈ രീതിക്ക് ഫോണിൽ സംസാരിക്കാം. അപ്പോൾ ട്രൈപോഡ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതും നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാനിപ്പോൾ ട്രൈപോഡ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്.
എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേച്ചറിസ്റ്റിക് ആയിട്ടുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇവിടെ എവിടെയും ഫോൺ ചാരി വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ എനിക്ക് ട്രൈപോഡ് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടല്ല ട്രൈപോഡ് മേടിച്ചത്. പൊതുവേ ഞാൻ റീൽസൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ട്രൈപോഡ് മസ്റ്റ് ആയിരുന്നു. കാരണം നമുക്ക് പലപ്പോഴും ഷൂട്ട് ചെയ്ത് തരാൻ ആരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എൻ്റെ വീഡിയോക്ക് ഞാൻ തന്നെയാണ് സ്വന്തം ഷൂട്ട് ചെയ്യല്. അപ്പോൾ റീലായിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ ആയിക്കോട്ടെ ഞാനിതുപോലെ ട്രൈപോഡിൽ വെച്ച് ഷൂട്ട് ചെയ്യലാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺവീനിയൻ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈപോഡിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കുഴപ്പമില്ല. അപ്പോൾ ട്രൈപോഡിനൊക്കെ ഇപ്പോൾ റേറ്റ് വരുന്നത് എത്ര? 400 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 400, 500, 600. എൻ്റെ ഈ ട്രൈപോഡിന് എത്ര പൈസ വന്നതെന്ന് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. എനിക്കൊന്നൊരു 500, 600 അതിൻ്റെ ഉള്ളിൽ എന്താണ് റേറ്റ് വന്നത്. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു. ഈ ട്രൈപോഡ് റിംഗ് ലൈറ്റും കൂടി വരുന്ന ട്രൈപോഡായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റിംഗ് ലൈറ്റ് വീട്ടിൽ ഊരി വെച്ചിട്ട് ഇതിന് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, നമുക്ക് ഈ ഫോൺ ഹോൾഡർ. ആ ഒരു സംഭവം പിന്നെ എക്സ്ട്രാ വാങ്ങിയതാണ്. അതിന് 100 or 200 എന്തോ റുപ്പീസാണ് വരുന്നത്. അതാകുമ്പോൾ നമുക്ക് ഔട്ട്ഡോറൊക്കെ പോകുന്ന സമയത്ത് അതിൽ ഫോൺ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ പിക്ചേഴ്സൊക്കെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കാണിക്കാം. പിന്നെ ഈ ഒരു ട്രൈപോഡിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് കൊടുക്കാം. പിന്നെ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് കണ്ടില്ല, ഒരു ഔട്ട്ഡോറിലാണ് ഷൂട്ട് ചെയ്യുന്നത്. എനിക്കിവിടെ റിംഗ് ലൈറ്റിൻ്റെയോ അല്ലെങ്കിൽ എക്സ്ട്രാ ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നല്ല സൺലൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നതും ഹൈ ആണ്. ഇതേ വീഡിയോ ഞാൻ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ റൂമിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. അതിപ്പോൾ ഞാനിപ്പോൾ റൂമിലെ ലൈറ്റ് ഇട്ടാലും റിംഗ് ലൈറ്റ് ഇട്ടാലൊന്നും നമുക്ക് ഈ ഔട്ട്ഡോർ കിട്ടുന്ന അല്ലെങ്കിൽ ഈ ഒരു സണ്ണിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു ക്വാളിറ്റി ഒരിക്കലും നമുക്ക് ഇൻഡോറിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഇരിക്കുന്ന പോലെ നല്ലൊരു പാറയൊക്കെ ഉണ്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ നിങ്ങളെ വീടിൻ്റെ പരിസരത്ത് നല്ലൊരു പറമ്പൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് തൊലിക്കട്ടിയും വേണം. കാരണം നമ്മളിപ്പോൾ വീടിൻ്റെ പറമ്പിൽ നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ നടന്നു പോകുമ്പോൾ നമുക്കിങ്ങനെ അവർ കാണുമ്പോൾ ഒരു ചമ്മലൊക്കെ തോന്നും. അപ്പോൾ അങ്ങനത്തെ ചമ്മലൊന്നുമില്ല, അവർ വേണമെങ്കിൽ നോക്കിക്കോട്ടെ എന്നുള്ളൊക്കെ ഒരു ഐ ഡോണ്ട് കെയർ മൈൻഡ് ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഔട്ട്ഡോറിൽ ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ ട്രൈപോഡ് റിംഗ് ലൈറ്റും കൂടി വരുന്ന ട്രൈപോഡാണെന്ന്. അപ്പോൾ അങ്ങനെ ട്രൈപോഡിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻഡോർ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ട്രൈപോഡിൽ റിംഗ് ലൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. ഇപ്പോൾ ഔട്ട്ഡോർ ആ ഷൂട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഫോൺ ഹോൾഡർ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റിംഗ് ലൈറ്റ് ഊരി വെച്ചിട്ട് പുറത്തോട്ട് വരുമ്പം ഇങ്ങനെയും ഷൂട്ട് ചെയ്യാൻ പറ്റും, ഈ ട്രൈപോഡ് മാത്രം വെച്ചിട്ട്. പിന്നെ പറഞ്ഞ ഒരാളുടെ ടിപ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ ഈ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നത് ബാക്ക് ക്യാമറ വെച്ചിട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ അടിപൊളിയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ബാക്ക് ക്യാമറയുടെ ക്വാളിറ്റി ആയിരിക്കും ഒന്നും കൂടി ഒരു പടി മുകളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ബാക്ക് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും ബാക്ക് ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യൽ. ഇനി അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു എക്യുപ്മെൻറ്റ്സ് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എഡിറ്റിംഗ് ആപ്പ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഇതുവരെ യൂട്യൂബൊന്നും യൂസ് ചെയ്യാത്ത ആളുകളാണ്, അല്ലെങ്കിൽ ഇതുവരെ റീൽ ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരു സംഭവം ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആപ്പ് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നല്ലൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഫോണിലായിരിക്കും എന്തായാലും ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന 2 ആപ്പ് എന്ന് പറയുന്നത്, ഒന്ന് യൂകട്ട്. ഇപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ യൂകട്ടിൽ എഡിറ്റ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി സിമ്പിൾ, അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുക. ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ കാണിച്ചാൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യൽ. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ബിഗിനർ ആണെങ്കിൽ ഒരു ബിഗിനർ എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ യൂകട്ട് എന്ന ആപ്പും അതുപോലെ തന്നെ ക്യാപ്കട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഞാൻ കറൻറ്റ്ലി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാപ്കട്ടിലാണ്. ബേസിക് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ എന്തായാലും പഠിക്കണം, നമ്മളെന്തായാലും പഠിക്കുക. അതൊന്നും വലിയ കാര്യമുള്ള കാര്യമില്ല. നിങ്ങളിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് എഡിറ്റിംഗ് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ യൂകട്ടാണോ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഏതാ ഇൻഷോട്ട്, അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഏത് ആപ്പാണുള്ളത് ആ ആപ്പിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത്രയും എക്യുപ്മെൻറ്റ്സ് ആണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു ട്രൈപോഡ്, റിംഗ് ലൈറ്റ്, അതുപോലെ തന്നെ മൈക്രോഫോൺ, ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. നമുക്കൊരു ഫോണാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കയ്യിൽ വേണ്ടത്, അതുപോലെ തന്നെ ഒരു എഡിറ്റിംഗ് ആപ്പ്. ഇനി നിങ്ങളൊരു ബിഗിനർ ആണ് 2025 യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഒരു ബിഗിനർ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ട് പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ ഒരു വീഡിയോ ഇട്ടു, പിന്നെ നിങ്ങൾ തോന്നുകയാണ് 2 മാസം കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ, അങ്ങനെ ഇട്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും യൂട്യൂബിൽ സക്സസ് ആകാൻ പറ്റില്ല. ഒരു ബഡ്ഡിങ് യൂട്യൂബറായിട്ട് വരുമ്പോൾ നമുക്ക് എന്തായാലും കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ദിവസേന അത്രത്തോളം കണ്ടന്റ് ഇങ്ങനെ യൂട്യൂബിലോട്ട് വൈകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ അതിൻ്റെ അടിയിൽ വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകുന്ന പോലെ നിങ്ങൾ താഴോട്ട് പോകും. അപ്പോൾ നിങ്ങൾ ഗ്രോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മളെ വീഡിയോസൊക്കെ യൂട്യൂബ് തുടക്കത്തിൽ റെക്കമെൻഡ് ചെയ്യുന്നതൊക്കെ വളരെ കുറവായിരിക്കും. കാരണം നമുക്കധികം സബ്സ്ക്രൈബറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് യൂട്യൂബ് ചിലപ്പോൾ ഒരു
50 ആൾക്കോ അല്ലെങ്കിൽ മാക്സിമം ഒരു 100 ആൾക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുക. ആ 100 ആളിൽ ചിലപ്പോൾ 2 ആൾക്കാർക്ക് നമ്മൾ വീഡിയോ എടുത്ത് നോക്കുക. കാരണം അവർക്ക് അറിയാത്തൊരു യൂട്യൂബ് ചാനൽ, സബ്സ്ക്രൈബർ ഇല്ലാത്തൊരു യൂട്യൂബ് ചാനൽ, വ്യൂസ് ഇല്ലാത്തൊരു യൂട്യൂബ് ചാനൽ, ഈ റീസൺസ് കൊണ്ടൊക്കെ അവരെന്തായാലും വീഡിയോസ് ഒന്നും എടുത്ത് നോക്കാൻ പോകുന്നില്ല. പിന്നെ നമുക്ക് 1-2 വ്യൂസ് കിട്ടിയാൽ അവരോട് നന്ദി പറയണം. കാരണം ഒരു സബ്സ്ക്രൈബറും വ്യൂസ് ഇല്ലായിട്ട് അവർ നമ്മൾ വീഡിയോ എടുത്ത് കണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങുമ്പോൾ യൂട്യൂബിനെ തോന്നും ഓക്കെ ഇവന് റെഗുലറായിട്ട് വീഡിയോസ് ഇടുന്നുണ്ടല്ലോ, മാക്സിമം എഫോർട്ട് ഇടുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ യൂട്യൂബ് പറഞ്ഞ ഒരാളിങ്ങനെ ചിന്തിക്കല്ല. യൂട്യൂബിൻ്റെ അൽഗോരിതം വെച്ചിട്ട് അങ്ങനെ നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുമ്പോൾ യൂട്യൂബ് പിന്നെ കൂടുതൽ ആളുകളേക്ക് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ തംബ്നെയിൽസ് ഈ പറയുന്ന പോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോൻ്റെ തംബ്നെയിൽ പറയുകയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 തംബ്നെയിൽ കാണിക്കാം. ഇതിലേത് തംബ്നെയിൽ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ തോന്നുന്നത്? ഈ തംബ്നെയിൽ കാണുമ്പോഴാണോ അല്ലെങ്കിൽ ഈ തംബ്നെയിൽ കാണുമ്പോഴാണോ? എന്തായാലും ഓഫ് കോഴ്സ് ഈ തംബ്നെയിൽ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ തോന്നുന്നത്. അതാണ് തംബ്നെയിലിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരുപാട് എൻ്റെയിലൊക്കെ ഇങ്ങനെ വീഡിയോസ് റെക്കമെൻഡേഷൻ വിചാരിക്കാറുണ്ട്. അവർ തംബ്നെയിലൊന്നും ഉണ്ടാക്കില്ല. അവരിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് തന്നെ കൊടുക്കുന്ന തംബ്നെയിലുണ്ട്. ആ വീഡിയോ ഒരു ചെറിയൊരു ഭാഗം കട്ട് ചെയ്തിട്ടായിരിക്കും യൂട്യൂബ് അതിന് തംബ്നെയിൽ കൊടുക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തംബ്നെയിലായിരിക്കും. ചിലപ്പോൾ മുഖം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾ ചെയ്താൽ എത്ര നല്ല വീഡിയോ ആണെങ്കിൽ ആരെങ്കിലും അത് ക്ലിക്ക് ചെയ്ത് നോക്കും. അല്ല അതിനു വേണ്ടി നമ്മളിപ്പോൾ തംബ്നെയിൽ നല്ല എഡിറ്റിംഗ്, ഇപ്പോൾ ക്യാൻവ അല്ലെങ്കിൽ പിക്സാർട്ടിലൊക്കെ വെച്ച് നല്ല എഡിറ്റൊക്കെ ചെയ്ത് നല്ല ടൈറ്റിലൊക്കെ കൊടുത്ത്, ഇപ്പോൾ എന്താ പറയുക, ഈ സ്ഥലം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ള രീതിയിൽ ഇങ്ങനെ തംബ്നെയിൽ നമ്മൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഫോട്ടോ കൊടുത്തിട്ട് ഭയങ്കര കുറച്ച് ഇമോജിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ തംബ്നെയിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ആളുകൾക്ക് എന്തൊക്കെ ക്യൂരിയോസിറ്റി ഉണ്ട് അത് എടുത്തു നോക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു യൂട്യൂബർ ആവണം, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആവണം. അങ്ങനെയാണെങ്കിൽ എന്താ, നമ്മളിപ്പോൾ തംബ്നെയിൽ ഇട്ടില്ലെങ്കിൽ നമ്മളെ മുഖം കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ചാനലിൻ്റെ പേര് കാണുമ്പോൾ ആൾക്കാർ വേഗം അത് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ കാണും. കാരണം ഒരിക്കലും അവർ തംബ്നെയിൽ നോക്കിയിട്ടല്ല അപ്പോൾ നമ്മളെ വീഡിയോ കാണാം. നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കാണാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് കാണാൻ അവർ ആ വീഡിയോ എടുത്ത് നോക്കാം. പക്ഷേ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ തുടക്കത്തിൽ തംബ്നെയിൽ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ ഒരു കാര്യമാണ് ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പോയിന്റിൽ നമുക്ക് എസെൻഷ്യൽ എക്യുപ്മെൻറ്റ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഓഡിയോ ക്വാളിറ്റി സോ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സംസാരിക്കുന്നത് എന്തായാലും ആളുകൾക്ക് കേൾക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വീഡിയോ ക്വാളിറ്റിയെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഓഡിയോ ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓഡിയൻസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക. അതായത് ഓഡിയൻസുമായിട്ട് ഒരു റിലേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ട് അതിൻ്റെ അടിയിൽ ആരെങ്കിലും കമൻറ്റ് ഇടുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിതിപ്പോൾ സ്കിൻ കെയർ ചാനലാണ്. അപ്പോൾ ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ പ്രൊഡക്റ്റ് നല്ലതാണ്, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് രാവിലെയാണോ രാത്രിയാണോ യൂസ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് അപ്പോൾ നിങ്ങൾ ഉടനടി അതിന് റെസ്പോണ്ട് ചെയ്യണം. ഇത് രാത്രിയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവരോട് റെസ്പോണ്ട് ചെയ്യാം. എന്തായാലും നമുക്ക് തുടക്കത്തിൽ കമൻറ്റൊക്കെ വരുന്നത് വളരെ കുറവായിരിക്കും, 1-2 കമൻറ്റൊക്കെ വരുള്ളൂ. പക്ഷേ ആ വരുന്ന 1-2 കമൻറ്റ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. ഇനി അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് പലരും ചെയ്യുന്നൊരു അബദ്ധമാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നല്ല ക്യാമറ മേടിക്കുക, നല്ല പൈസ കൊടുത്ത് 2000-3000 ട്രൈപോഡ് മേടിക്കുക, പിന്നെ ഈ ബ്ലൂടൂത്ത് മൈക്ക് 20,000-15,000 രൂപ കൊടുത്ത് എല്ലാം അടിപൊളിയായിട്ട് മേടിച്ചിട്ട് വീഡിയോസ് ചെയ്യാൻ നോക്കുന്നത്. നമ്മുടെ ഈ യൂട്യൂബ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ജാക്ക് പോട്ട് പോലെ, അടിച്ചാൽ അടിച്ചു ഇല്ലെങ്കിൽ ഇല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടം പോലെ യൂട്യൂബ് ചാനലുണ്ട്. ഇവിടെ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ 2025 തന്നെ എത്ര ആൾക്കാർ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങും. അത്രത്തോളം കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞാൽ എനിക്ക് വേറെ യൂട്യൂബ് ചാനൽ ഉണ്ട്. ആ യൂട്യൂബ് ചാനൽ സ്കിൻ കെയർ വീഡിയോസ് ഇടുന്നത്. അത് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം, അടുത്ത മാസമായ 2 വർഷമായി. പക്ഷേ എനിക്ക് അതിൽ വെറും 7000 സബ്സ്ക്രൈബർ മാത്രമേ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. എനിക്ക് ഒരു തവണ മാത്രമേ പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ പേയ്മെൻറ്റ് ഏകദേശം ആവാനായി. അപ്പോൾ ഇത്രയും 2 വർഷം ഞാൻ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇട്ടിട്ടും നല്ല ക്വാളിറ്റി വീഡിയോസ് ഇട്ടിട്ടും എനിക്ക് അതിൽ സക്സസ് ആവാൻ പറ്റിയില്ല. ഇപ്പോൾ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എൻ്റെ യൂട്യൂബ് ചാനൽ സക്സസ് ആവും, അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് എനിക്ക് ഇത്രയും വലിയ സബ്സ്ക്രൈബർ കിട്ടും, വ്യൂസ് കിട്ടുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തിനേറെ പറയുന്നത്, ഈ വീഡിയോക്ക് പോലും എനിക്ക് വ്യൂസ് കിട്ടുമല്ലോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത്രയും കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമേ പോയി ഞാൻ ഒരുപാട് പൈസ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു ട്രൈപോഡും ഒരു മൈക്കുമാണ്. എൻ്റെ ആദ്യത്തെ പേയ്മെൻറ്റിൽ കൂടി തന്നെ എനിക്ക് ആ മുടക്കിയ പൈസ തിരിച്ച് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം കാണുന്ന പല മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പല യൂട്യൂബേഴ്സും അവരുടെ കയ്യിലുള്ള 5000-ൻ്റെയും 10,000-ൻ്റെ ഒക്കെ ഫോൺ വെച്ചിട്ട് തന്നെയാണ് തുടങ്ങിയത്. അതുകൊണ്ട് നമ്മളും അങ്ങനെയൊക്കെ തുടങ്ങുക. ഇനി ബോണസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് 3 ടിപ്സ് പറഞ്ഞുതരാം. നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണെങ്കിൽ പുതിയ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് തുടങ്ങുക. പലരും ചെയ്യുന്ന ഒരു അബദ്ധമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അവരുടെ കയ്യിലുള്ള ഇമെയിൽ ഐ ഡി വെച്ചിട്ട് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ആ ഒരു ഇമെയിൽ ഐ ഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തുടങ്ങിയതായിരിക്കും, അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്ന സമയത്ത് തുടങ്ങിയതായിരിക്കും. അങ്ങനത്തെ ഇമെയിൽ ഐ ഡി
വെച്ച് തുടങ്ങുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ സൈറ്റിലും ആ ഇമെയിൽ ഐ ഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ഇമെയിൽ ഐ ഡി കൊടുക്കേണ്ട പല സ്ഥലത്തും ആ ഒരു ഇമെയിൽ ഐ ഡിക്ക് കൊടുത്തിട്ടുണ്ടാവാം. നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി അത്യാവശ്യം ഫേമസ് ആയിട്ട് നമ്മളെ യൂട്യൂബ് ചാനൽ ഒരാൾക്ക് ഹാക്ക് ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കും. കാരണം നമ്മൾ പല സൈറ്റിലും കൊണ്ട് ഇത് ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ പുതിയ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു ഇമെയിൽ ഐ ഡി നിങ്ങൾ ഈ ഒരു യൂട്യൂബിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക, യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക. രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീഡിയോ, അതായത് യൂട്യൂബ് വീഡിയോസ് നിരത്തി ഷെയർ ചെയ്യാണ്ടിരിക്കുക. പലരും തുടക്കത്തിൽ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. നമ്മളിപ്പോൾ ചാനൽ തുടങ്ങുമ്പോൾ നമ്മളെ വീഡിയോസ് തുടക്കത്തിൽ ആരും കാണില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ വീഡിയോ ഷെയർ ചെയ്തിട്ട് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, വേറെ ഏതൊക്കെ ആപ്പ് ഉണ്ട് അതിലൊക്കെ കൊണ്ടുപോയി നിരത്തി ഷെയർ ചെയ്യും. എൻ്റെ ഈ പുതിയ യൂട്യൂബ് ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിരത്തി ഷെയർ ചെയ്യും. അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ യൂട്യൂബ് നമുക്ക് മോണിറ്റൈസ് ആകുന്ന സമയത്ത് ചെക്ക് ചെയ്യും ഇവർക്ക് എങ്ങനെയാണ് വ്യൂസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള പല വ്യൂസും നമ്മൾ വീഡിയോ ഷെയർ ചെയ്തതിൻ്റെ പേരിൽ ആളുകൾ കണ്ടതാണെങ്കിൽ യൂട്യൂബ് ചിലപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ തരാണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും തുടക്കത്തിൽ നമ്മൾ വീഡിയോ ആരും കാണൂലല്ലോ, അപ്പോൾ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, വേറെ ഫോൺ ഉണ്ടാവുമല്ലോ, വേറെ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ വേറെ ആരെങ്കിലും ഫോൺ എടുത്തിട്ട് അതിൽ നിന്ന് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം, എന്നിട്ട് ഫാമിലി ഗ്രൂപ്പിലോട്ട് അയച്ചു കൊടുക്കാം. അല്ലാതെ നിങ്ങൾ തന്നെ നിങ്ങളുടെ യൂട്യൂബ് കയറിയിട്ട് ഷെയർ ബട്ടൺ അടിച്ചിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാണ്ടിരിക്കുക. ഇനി നമ്മൾ അവസാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആരോടും പോയിട്ട് ബെഗ് ചെയ്യാണ്ടിരിക്കുക. എൻ്റെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ, എൻ്റെ വീഡിയോ ഒന്ന് പ്ലീസ് കാണുമോ എന്ന് പറഞ്ഞിട്ട് ആരോടും ബെഗ് ചെയ്യാണ്ടിരിക്കുക. നമ്മളിപ്പോൾ പല ഫേമസ് യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോൻ്റെ അടിയിലെ കമൻറ്റൊക്കെ നോക്കുമ്പോൾ കാണാം, പല പുതിയ യൂട്യൂബേഴ്സും ഇങ്ങനെ കമൻറ്റ് ഉണ്ടാവും, എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ, എന്നെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ. അങ്ങനെ ആരോടും ബെഗ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ബെഗ് ചെയ്തിട്ട് ഇപ്പോൾ 1-2 ആൾക്കാർ വന്ന് നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിചാരിക്കുക. അവരൊക്കെ നിങ്ങൾ എല്ലാ വീഡിയോസും ഇരുന്ന് കാണും, ഒരിക്കലും കാണാൻ പോകുന്നില്ല. അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് എൻ്റെ ഈ ഒരു വീഡിയോ ഒന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫ്രണ്ട്സുകളോടോ അല്ലെങ്കിൽ നിങ്ങൾ പരിചയമുള്ള ആളുകളൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് അവരിൽ ഇപ്പോൾ ആ ഒരൊറ്റ വീഡിയോ കാണുമായിരിക്കും. പക്ഷേ ബാക്കി അവിടെ നിന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ വീഡിയോസ് ഒന്നും കണ്ടോളണമെന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിൽ വലിയൊരു യൂട്യൂബർ ആയെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ പല ഫേമസ് യൂട്യൂബേഴ്സിൻ്റെ അടിയിൽ പോയി കമൻറ്റ് ഇട്ടിട്ടുണ്ടാവും, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ, എന്നെ സപ്പോർട്ട് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നിങ്ങൾ ഫ്യൂച്ചറിൽ വലിയൊരു യൂട്യൂബർ ആകുമ്പം ഈ യൂട്യൂബേഴ്സ് തന്നെ പറയുമല്ലോ, പണ്ട് എൻ്റെ ചാനലിൻ്റെ അടിയിലൊക്കെ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ വില അവിടെ ഇടിക്കല്ലേ. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, നിങ്ങൾ നല്ല ക്വാളിറ്റി കണ്ടൻറ്റാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി വ്യൂസ് നിങ്ങളിലേക്ക് വരും, ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബർ. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഓക്കെ ഇവൻ കൊള്ളാലോ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ കൊള്ളാലോ എന്നുള്ള രീതിയിൽ അവരെന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ അങ്ങനെ കിട്ടുന്ന വ്യൂസിനും മാത്രമേ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ഉള്ളൂ ഗൈസ് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ ഇപ്പോൾ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ടാവും, എന്നാൽ ഞാൻ മാക്സിമം കട്ട് ചെയ്ത് ഇതിൻ്റെ ലെങ്ത് കുറയ്ക്കാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആലോചിച്ച് ഇങ്ങനെ നിൽക്കാണ്ട് തുടങ്ങേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കാതെ വേഗം തുടങ്ങുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ആണെങ്കിൽ 1000 സബ്സ്ക്രൈബറും 4000 വാച്ചിങ് അവേഴ്സും ആയാൽ മതി. ചിലപ്പോൾ നിങ്ങൾ തുടങ്ങണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് യൂട്യൂബ് ഒരു റൂൾ കൊണ്ടുവരികയാണെങ്കിലോ 1000 എന്നുള്ളടത്ത് ഒരു 5000 സബ്സ്ക്രൈബർ ആവണം, 4000 വാച്ചിങ് അവേഴ്സ് എന്നുള്ളൊരു 10000 വാച്ചിങ് അവേഴ്സ് ആവണം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടുപോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തുടങ്ങുക. കാരണം യൂട്യൂബിൻ്റെ റൂൾസ് ആൻഡ് പോളിസിയാണ്, എപ്പോഴാണ് ചേഞ്ച് ആവാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കുക. പിന്നെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. ബൈ.